നമസ്കാരം. മലയാളത്തിലെ മാധ്യമങ്ങളടക്കം അതിവൈകാരികതയോടെയാണ് അർജുൻ വിഷയം കൈകാര്യം ചെയ്തത് എന്ന വിമർശനം നേരത്തെ വിവിധ കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. ഈ അതിവൈകാരികത തന്നെയാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബവും മനാഫുമായുള്ള തർക്കത്തിന് വഴിവെച്ചതും. മാധ്യമങ്ങളെ കണ്ടപ്പോൾ മനാഫ് പലപ്പോഴും പ്രതികരിച്ചത് വൈകാരികത കലർത്തിയായിരുന്നു. ഒരു ഘട്ടത്തിൽ അർജുൻ്റെ കുട്ടിയെ തൻ്റെ കുട്ടികൾക്കൊപ്പം വളർത്തുമെന്ന് പോലും പറഞ്ഞതാണ് കുടുംബത്തിൻ്റെ അനിഷ്ടത്തിനിടയാക്കിയതെന്നാണ് അറിയുന്നത്. കൂടാതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും പ്രശ്നങ്ങൾക്കിടയാക്കി. ജൂലൈ 16-നാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായത്. 72 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തി. അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നതുവരെ മനാഫും ഷിരൂരിലുണ്ടായിരുന്നു. അർജുൻ്റെ കുട്ടിയെ സ്വന്തം മക്കൾക്കൊപ്പം വളർത്തുമെന്നും തനിക്കിനി മുതൽ മക്കൾ 3 അല്ല 4 ആണെന്നുമാണ് മനാഫ് മൃതദേഹം കണ്ടെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. കുടുംബത്തിൻ്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണെന്നും 75,000 രൂപ വരെ അർജുന് ശമ്പളമുണ്ടെന്ന് പ്രചാരണം നടക്കുന്നതായി കുടുംബം ആരോപിച്ചു. 4ാമത്തെ മകനായി അർജുൻ്റെ മകനെ വളർത്തുമെന്നും മനാഫ് പറഞ്ഞത് വേദനിപ്പിച്ചു. അർജുൻ്റെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് വേണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അർജുൻ്റെ കുടുംബം വ്യക്തമാക്കി. മനാഫിന് യൂട്യൂബ് ചാനലുണ്ട്. അർജുനോട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാ കാര്യവും വീഡിയോ എടുക്കില്ലായിരുന്നു. വീഡിയോ എത്ര പേർ കാണുന്നുണ്ടെന്നൊക്കെയാണ് സംസാരിക്കുന്നത്. അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. മനാഫും ഈശ്വർ മൽപ്പിയും തമ്മിൽ നടത്തിയ നാടകമാണിത്. ദിവസവും 3-4 വീഡിയോ ഇടുകയാണ്. എത്ര തവണ ബന്ധപ്പെട്ടിട്ടും മനാഫിന് നിർത്താനുള്ള ഭാവമുണ്ടായിരുന്നില്ല. അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പ്രശസ്തിക്ക് വേണ്ടി അർജുനെ ചൂഷണം ചെയ്യുകയാണെന്ന് കുടുംബം കുറ്റപ്പെടുത്തി. ഈ യൂട്യൂബ് ചാനൽ അർജുൻ്റെ ചിത്രം സഹിതമായിരുന്നു. അതേസമയം മനാഫിൻ്റെ സഹോദരനും ലോറി ഉടമയുമായ മുബീൻ ആത്മാർത്ഥതയോടെ കൂടെ നിന്നു. മുബീനോട് മാനസികമായി അടുപ്പമുള്ളതുകൊണ്ടാണ് ഇതുവരെ മനാഫിനെ തള്ളിപ്പറയാതിരുന്നത്. എന്നാൽ മനാഫിൻ്റെ പ്രവർത്തികൾ തങ്ങളെ മാനസികമായി തളർത്തുകയാണെന്ന് കുടുംബം കുറ്റപ്പെടുത്തുന്നു. തങ്ങൾക്കെതിരെ വരുന്നത് നെഗറ്റീവ് കമൻറ്റ് മാത്രമാണ്. എല്ലാവരുടെയും സഹായത്തോടെയാണ് അർജുനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ വന്ന് പറയുന്നതിൽ 75% കള്ളത്തരമാണ്. ദാരിദ്ര്യം പറഞ്ഞ് പലരും വരുന്നുണ്ട്. 2000 രൂപ തന്ന് സഹായിക്കുന്നുവെന്ന് പറഞ്ഞ് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ വളരെ മോശമായാണ് ചിത്രീകരിക്കപ്പെടുന്നതെന്നും കുടുംബം പറയുന്നു. അർജുനെ കാണാതായത് മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നു. നേവിയും ഈശ്വർ മൽപ്പയും ചേർന്നുള്ള ഡൈവിംഗ് തിരച്ചിൽ മാത്രമാണ് 2ാം ഘട്ടത്തിൽ നടന്നത്. ഒരു തുള്ളി കളങ്കമില്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത്. മാൽപ്പയും മനാഫും നാടകം കളിച്ചു. തുടർന്ന് ആദ്യ ദിവസം നഷ്ടമായി. MLAയ്ക്കും SP-ക്കും കാര്യം മനസ്സിലായി. മനാഫിന് യൂട്യൂബ് ചാനലുണ്ട്. പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച. ഇതെല്ലാം ഈശ്വർ മൽപ്പയും നടത്തിയ നാടകമാണെന്നും ജിതിൻ ആരോപിച്ചു. ജിതിനോടൊപ്പം അർജുൻ്റെ പിതാവ് പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, അഭിരാമി, സഹോദരൻ എന്നിവരും ഒപ്പം ഉണ്ടായിരുന്നു. അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായിട്ടാണ് കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ജൂലൈ 16-നാണ് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതാകുന്നത്. 72 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് അർജുൻ്റെ മൃതദേഹം കിട്ടിയത്. അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നവരെ മനാഫും ഷിരൂരിലുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കുമെന്നായിരുന്നു മനാഫിൻ്റെ പ്രതികരണം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നും മനാഫ് ചോദിച്ചു. ഷിരൂരിലെത്തിയ ശേഷമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശം? തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടമുള്ളത് ഇടുമെന്നും അർജുൻ്റെ ചെയ്ത അണയും മുമ്പ് ക്രൂശിക്കുന്നത് എന്തിനാണെന്നും മനാഫ് ചോദിച്ചു. തനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് കരുതിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അർജുനെ കിട്ടും വരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. ഇനി അത് കൂടുതൽ ഉഷാറാകും. അർജുൻ്റെ അമ്മ എൻ്റെ അമ്മയാണ്. അമ്മയെ അഭിമുഖം ചെയ്തിട്ടില്ല. യൂട്യൂബ് ചാനൽ നോക്കിയാൽ അത് മനസ്സിലാകുമെന്നും മനാഫ് പറഞ്ഞു.